വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഇനി മുതലൊന്ന് വേർക്കും. അത്തരത്തിലുള്ള പരീക്ഷണങ്ങളാണ് ഓരോ ദിവസവും മസ്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ എക്സിലാണ് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. വാട്സപ്പിനെയൊക്കെ കടത്തിവെട്ടാനായിട്ട് എത്തുന്ന പുതിയ ഫീച്ചറാണ് എക്സ് ചാറ്റ്. ഇനി മുതൽ എക്സിന്റെ ഡയറക്റ്റ് മെസ്സേജിംഗ് സംവിധാനമായി ഈ പുത്തൻ ഫീച്ചറും ഉണ്ടാകും. ഏത് ഫയലുകളും അനായാസം കൈമാറാൻ കഴിയുന്ന ഒരു ചാറ്റ് ബോക്സ് ആണിത്. പിന്നെ നമ്മളൊക്കെ അയച്ച ഈ മെസ്സേജ് കണ്ട ശേഷം ഉടൻ തന്നെ ഓട്ടോമാറ്റിക് ഡിലീറ്റ് ആക്കുന്നതിനുള്ള വാനിഷ് മോഡും ഈ സംവിധാനത്തിലുണ്ട്. നമ്മൾ ഈ സ്നാപ്ചാറ്റ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ കണ്ട മെസ്സേജുകൾ അപ്പം തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഡിലീറ്റ് ആയിട്ട് പോകാറില്ലേ? ഈ ഒരു ഓപ്ഷനാണ് ഈ വാനിഷ് മോഡ് എന്ന് പറയുന്നത്. ഓഡിയോ, വീഡിയോ തുടങ്ങിയ എന്ത് തരം ഫയലുകൾ അയക്കുന്നതിനും എക്സ് ചാറ്റിന് പ്രത്യേകിച്ച് ഒരു നിയന്ത്രണങ്ങളും ഉണ്ടാകില്ല. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഫോൺ നമ്പർ ഇല്ലാതെ തന്നെ മറ്റു പ്ലാറ്റ്ഫോമുകളിലേക്കും വീഡിയോ, ഓഡിയോ കോളുകളൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. റസ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചാണ് ഈ ഫീച്ചറിന് ഇപ്പോൾ രൂപം നൽകിയിരിക്കുന്നത്. ബിറ്റ്കോയിൻ ശൈലിയിലുള്ള എൻക്രിപ്ഷൻസ് ഉണ്ടായിരിക്കുമെന്നാണ് ഇലോൺ മസ്ക് തന്നെ എക്സിലൂടെ അറിയിച്ചിട്ടുള്ളത്. സുരക്ഷയുടെ കാര്യാലോചിച്ച് നിങ്ങളാരും ടെൻഷൻ ആവണ്ട. സുരക്ഷയും സ്വീകാര്യതയും ഒക്കെ പരിഗണിച്ചിട്ടുള്ള പുതിയ തീരുമാനം തന്നെയാണിത്. നിലവിൽ എക്സ് ചാറ്റ് ലഭ്യമായിരിക്കുന്നത് ബീറ്റ ഉപയോക്താക്കൾക്ക് മാത്രമാണ്. ഇതുകൂടാതെ എക്സ് സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുള്ളവർക്കും ഈ പുതിയ അപ്ഡേറ്റ് ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഓരോ ദിവസവും പുത്തൻ അപ്ഡേറ്റ്സ് ആണല്ലേ ഈ മസ്ക് കൊണ്ടുവരുന്നത്. നിങ്ങൾക്കും ഈ ആപ്പ് വേണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങളുടെ പക്കലുള്ള എക്സ് ആപ്പ് അപ്ഡേറ്റ് ആണ് ഉറപ്പുവരുത്തേണ്ടത്. അപ്ഡേറ്റ് പതിപ്പിൽ മാത്രമേ ഈ ചാറ്റ് റൂം സേവനങ്ങൾ ഇപ്പോൾ കിട്ടുന്നുള്ളൂ. പിന്നെ ഒരു കാര്യം, എക്സിൽ അക്കൗണ്ട് രൂപീകരിച്ച് കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും എടുക്കും ചാറ്റ് റൂം തുറന്നൊന്ന് യൂസ് ചെയ്യാൻ. എക്സിനെ എല്ലാ സേവനങ്ങൾക്കുമുള്ള ഒരു പ്ലാറ്റ്ഫോം ആക്കി മാറ്റാനാണ് ഇലോൺ മസ്കിന്റെ പുതിയ പദ്ധതി. കോളുകൾ, ചാറ്റ്, പണമിടപാട് തുടങ്ങിയ എല്ലാ സേവനങ്ങളും ഒരുമിച്ച് കൊണ്ടുവരാനാണ് പുതിയ ശ്രമം. എക്സിന്റെ പുതിയ മാറ്റങ്ങൾ വാട്സപ്പ്, ഫേസ്ബുക്ക്, മെസ്സഞ്ചർ തുടങ്ങിയ ആപ്പുകൾക്കൊക്കെ വെല്ലുവിളിയാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഈ ഫയലുകൾ അയക്കാനുള്ള സേവനം ഉൾപ്പെടെ വാട്സപ്പിനും മറ്റ് ചാറ്റിംഗ് ആപ്പുകൾക്കും കഴിയാത്ത നിരവധി ഫീച്ചറുകൾ ഉപയോഗിക്കാമെന്ന് തന്നെയാണ് എക്സിനെ ജനപ്രിയമാക്കാനുള്ള സാധ്യതകൾ ഏറുന്നതും. എന്തായാലും എക്സ് ചാറ്റ് വരട്ടെ, നമുക്കൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കാലോ.